ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ഛാ വിശേഷിച്ച്? എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രല്ല, ഇടവകയിലെ സകല വീട്ടിലേക്കുള്ള വഴി അറിയാം. അച്ഛൻ വരൂ, അകത്തേക്ക് ഇരിക്കാം. അകത്തിരുത്തേണ്ട ആളൊക്കെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പുറത്തിരുന്നോളാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. അല്ല, കുർബാനയ്ക്ക് വരാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അച്ചോ. കഴിഞ്ഞ ആഴ്ച വരാനൊത്തില്ല. ഞാൻ എന്താ പറയണേന്ന് വെച്ചാ, വലിയൊരു അനുഗ്രഹം നിങ്ങളെ തേടി ഈ വീട്ടിൽ വരാൻ പോവാ. നിങ്ങളും നല്ല ദൈവഭയമുള്ളവരായിരിക്കണം. അല്ല, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ. ആ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായാ മതി. ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ വലിയവനാന്ന് പറയും. ഛേ, മോശം. ഞാൻ പറഞ്ഞു വന്നത് ഈ വീട്ടിൽ കാലുകുത്താൻ പോകുന്ന ഒരു വിശിഷ്ട അതിഥിയെ കുറിച്ചാ. അതൊക്കെ നിങ്ങളുടെ കെട്ടിയന്മാര് പറഞ്ഞു തരും. അദ്ദേഹം അങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നൊന്നും കഴിക്കുന്ന ആളല്ല. ഇതിപ്പോ നിങ്ങളുടെ കുടുംബക്കാരനായോണ്ടാ പോണ വഴിക്ക് ഇവിടെ കയറാന്ന് പ്രാഞ്ചിക്ക് വാക്ക് കൊടുത്ത്. എത്ര വീട്ടുകാർക്കാന്നറിയോ അതുകൊണ്ട് നിങ്ങളോട് കുശുമ്പുണ്ടാവാൻ പോണേ? ആരാണച്ചോ ഞങ്ങളോട് ഒന്ന് പറയച്ചോ. പ്രാഞ്ചിയും കുരുവിയും പറഞ്ഞിട്ട് അറിഞ്ഞാ പോരേ? പോരാ, അച്ഛന്റെ പരിശുദ്ധമായ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ചെവിക്കുള്ളിലേക്ക് അത് പകർന്നു നൽകണം. ഓ, അതെന്തായാലും എനിക്ക് ഇഷ്ടായി എന്ന് ഞാൻ പറയാം. ഈ സഭയുടെ മെത്രാൻ ഈ വഴി പോകുന്ന സമയം നിങ്ങളുടെ വീട്ടിൽ വരുന്നു. എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലാണ്ടാണോ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണേ? വിശ്വാസം വരാഞ്ഞിട്ടാണച്ചോ. അതിനർത്ഥം ഞാൻ നുണ പറഞ്ഞു എന്നല്ലേ? അയ്യോ, അതല്ല. നമ്മുടെ മെത്താനൊക്കെ ഈ വീട്ടിൽ വരാന്ന് പറഞ്ഞ പെട്ടെന്ന് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാ. എന്നാ ഉൾക്കൊള്ളണം. കർത്താവ് ഈ വീടിനെ അനുഗ്രഹിച്ചു എന്നാണ് അതിനർത്ഥം. മറ്റന്നാൾ ഉച്ചയ്ക്ക് മെത്രാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കേ? അഹങ്കരിച്ച് നിങ്ങളുടെ തലമണ്ട ഉത്തരത്തിൽ മുട്ടണ്ട, പറഞ്ഞേക്കാം. അയ്യോ, അച്ഛന് കുടിക്കാൻ എന്തിട്ടാ വേണ്ടേ? ഞങ്ങൾ പെട്ടെന്ന് അതെ, ഒന്നും വേണ്ട. ഇക്കാര്യം ഞാൻ പറഞ്ഞറിഞ്ഞു എന്ന് നിങ്ങളുടെ കെട്ടിയോന്മാരറിഞ്ഞ അവർക്ക് അതൊരു നിരാശയാവും. അയ്യോ ഇല്ലച്ചോ, ഞങ്ങൾ പറയൂല. പോണേനച്ഛൻ. അല്ല, ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു? ഇന്നലെ നിങ്ങളെ രണ്ടാളെയും പള്ളിയിലേക്ക് കണ്ടില്ല. അതച്ചോ, നമ്മുടെ മേരി ഇല്ലേ അപ്പുറത്തെ വീട്ടില, അവളുടെ പ്രസവത്തിന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയത്. ഏത് മേരി? നമ്മുടെ തോമാച്ചന്റെ മേരി. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞങ്ങൾ തോമാച്ചിനോട് പറയാച്ചോ. എടി മെത്രാമനണ്ടടി, എന്തു ടൈപ്പ് ചെയ്യാ നമ്മള്? വാ വാ. എടി സൂസേ, ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ട്ടാ. എന്നിട്ട് നമ്മുടെ കെട്ടിയമാര് മാത്രം നമ്മളോട് പറഞ്ഞില്ലല്ലോ. ചേച്ചി കടയിൽ നിന്ന് വന്നിട്ട് നേരിട്ട് പറയാന്ന് കരുതിയിട്ടുണ്ടാവും. അല്ല സൂസേ, ഇതിപ്പോ എങ്ങനെ സാധിച്ചിട്ടുണ്ടാവോ? പ്രാഞ്ചിയേട്ടനും എത്താനും തമ്മിൽ നല്ല കൂട്ടാ. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവാറുണ്ടേ. അതിപ്പോ കുരുവേട്ടനും ആ അടുപ്പത്തിനും കുറവൊന്നുമില്ല. കാര്യം എത്ര നമ്മുടെ ഫാമിലിയൊക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ സ്വന്തം ബന്ധം നോക്കി പോണ ആളൊന്നുമല്ല. പ്രാഞ്ചിയേട്ടനിടയ്ക്ക് വിളിക്കണ ഞാൻ കാണാറുണ്ട്. ഈ വഴി പോകുമ്പോ ഒന്ന് കേറണമെന്നും പറയാറുണ്ടേ. അതിപ്പോ കുരുവേട്ടനും പറയാറുണ്ട്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര അത്ഭുതം സൂസേ. നമ്മുടെ ഇടവകക്കാരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നമുക്ക് അറിഞ്ഞൂടെ ചേച്ചിയെ? അവര് വരുമ്പോ അറിയാലോ. നമ്മള് വെറുതെ എന്ത് ഞാൻ തല പുകയ്ക്കണേ? സൂസേ, അച്ഛൻ പറയണ അത് തന്നെയാണ്. ഈ വീട്ടിലൊരു ഐശ്വര്യം വരുമ്പോ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മ പെണ്ണുങ്ങളുടെ മനസ്സിലെ കറകളെല്ലാം കളഞ്ഞ് തേച്ച് മാച്ച് നല്ല കണ്ണാടി പോലെ വെച്ചേക്കണം. എന്നാലാണ് ഉദ്ദേശിച്ച ഗുണം കിട്ടുള്ളൂടി. സൂസേ, ആലീസേ, കലക്കിണ്ടാ. ലോട്ടറി അടിച്ചൊന്ന് കേട്ടിട്ടുള്ളൂ. ഇതെന്തുറ്റ കഥ? മെത്രാനൊക്കെ വീട്ടിൽ വരുന്ന പറയണ്ടല്ലോ. അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ നാട്ടില് പാട്ടല്ലടി. എല്ലാ പെണ്ണുങ്ങൾക്കും ഇപ്പൊ നിങ്ങളോട് അസൂയ. അല്ല, അല്ലെങ്കിലേ നിങ്ങളുടെ ഒത്തൊരുമ കണ്ടിട്ട് നിങ്ങക്ക് പ്രാക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഇതും. ചേച്ചി ഇരിക്കണ്ട, എന്താണ് കുടിക്കാൻ വേണ്ടത്? എനിക്ക് ഇടായിട്ടേ ചായയും കാപ്പിയൊന്നും കുടിക്കാൻ പാടില്ലടി. അതുകൊണ്ട് ഹോർലിക്സാ വാങ്ങണേ. കുടിക്കാൻ ഇത്തിരി ചോർപ്പാണെങ്കിലും എന്തിട്ട് ചെയ്യാ? ഹോർലിക്സ് ഇവിടെ ഉണ്ട്, ഞാൻ കലക്കി തരാട്ടാ.
ഡിസൂസേ ആ നല്ല മനസ്സുള്ളവരുടെയൊക്കെ വീട്ടിലേ ദൈവം ഇറങ്ങി വരുന്നു പറയുന്നത് വെറുതെ അല്ലടി. ആ അതെ ചേച്ചി. അല്ല അതെ എന്തുട്ട് ചെയ്യാൻ പോണേ? അല്ല, ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോണേ. അതല്ല മെത്രാൻ വരുമ്പോ എന്തിട്ട് തയ്യാറാക്കണേന്ന്. അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പോത്തിറച്ചി വെട്ടിമീനൊക്കെ വാങ്ങാല്ലേ? മണ്ടത്തരം ചെയ്യരുതിട്ടാ. നമ്മളെന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് മെത്രാനെ തീറ്റിക്കല്ല വേണ്ടേ. പിന്നെ മെത്രാനെ ഏതിനോടാണ് പ്രിയം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുക വേണ്ടേ. ആലീസ് ചേച്ചി കേട്ടോ? എന്താണ്? ഞാൻ പറയായിരുന്നേ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് അങ്ങേർക്ക് കൊടുക്കാൻ പാടില്ല. എന്നാ, ഹോർലിക്സ് കുടിക്ക്. എന്തുറ്റടി എന്തുറ്റാ? അത് ഇന്നലെ വരെ ഹോർലിക്സ് ഉണ്ടായിരുന്നു. ആ ചെക്കൻ്റെ അടുത്ത് കലക്കി കുടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം മെത്രാനല്ല മാർപ്പാപ്പ വന്നാലും ശരി ചില വീടുകളിലുണ്ടല്ലോ ഓരോ ഐശ്വര്യം ഉണ്ടാവും പോണില്ല. അതെന്താണ് ചേച്ചി അങ്ങനെ പറഞ്ഞ? എനിക്കേ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തേക്ക് മറ്റൊന്ന് പറയണ ശീലമില്ല. ഞാൻ കുറേയുടെ കാശിന് എടുത്തേ എനിക്ക് ഗ്ലാസ്. നിങ്ങളോടുണ്ടായിരുന്ന ഇതെന്താണ് ഉക്രു? അതൊക്കെ ഉണ്ട് എന്റെ ആലീസ് ചേച്ചിയെ. ഛേ, ഞാൻ മിണ്ടാണ്ട് ഒന്ന് നിങ്ങളുടെ കണ്ണു തുറന്ന് കരുതാ. കഷ്ടായി. സൂസേച്ചി ഞാൻ വന്നറിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഉക്രു വന്നിട്ടുണ്ടടി. എന്ത് പണിയെ കാണിച്ചേ, പറയണ്ടായിരുന്നില്ല. അല്ലടാ ഉക്രു, ഇതെന്താണ് സാധനം? ഇത് ഞാനേ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുവാ. ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കാര്യണ്ട്. അല്ല നമ്മുടെ സൂചിച്ചേടെ അവളപ്പുറത്ത് ആണാ? നടക്കണ്. ഞാൻ പോരാട്ടാ. അത് വേണ്ട, ഇത് ഇവിടെ ഇരുന്നാ മതി. അവിടെ ഇരിക്കും. അവളെ ഇങ്ങോട്ട് വരും. ആണുങ്ങള് വന്നാലേ വീട്ടില് പിന്നാമ്പുറത്തല്ല പോണേ, ഉമ്മറത്തായിരിക്കണ്ടേ. അയ്യേ, അങ്ങനത്തെ ആണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടിയേക്കണേ. ഞാൻ ഈ തറവാട്ടിലെ പയ്യനല്ലേ. പയ്യനൊക്കെ പണ്ട്. അല്ലേ, നീ ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മെത്രാനച്ഛൻ ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയ ഞാൻ നന്നാവും നമ്മുടെ അപ്പം പറയണേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. മെത്രാനച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കണ്ടേ. 3-4 മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലത്. ഇതേ വിൽക്കാണെങ്കിലേ ലക്ഷങ്ങളാ വരിക, ലക്ഷങ്ങള്. ഇതെന്താണ് സംഭവം? ഞാൻ തുറന്നു കാണിച്ചുതരാം, വാ. Come on. തുറക്കാൻ വരട്ടെ, നീ കാര്യം പറ. അതെ, നമ്മൾ സാധാരണ കുടിയന്മാര് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നമ്മളാ? അല്ല, കുടിയന്മാര് കുടി എന്തു വേണമെങ്കിലും ചെയ്യൂലേ. ചിലർ തള്ളേനെ തല്ലും, ചിലർ കെട്ടിയാളെ തല്ലും. അതല്ല, ഒരു കുപ്പിയിലുള്ളത് മുഴുവൻ അകത്താക്കിയിട്ട് കുടിയന്മാരെന്താ ചെയ്യേ? ആള് വെക്കും. ഈ ചേച്ചി ഇക്രോ, നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അടങ്ങിയിരുന്നോളൂന്ന്. ശരി, ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാലേ, അല്ല സൂസേച്ചിന് കുളിക്കാൻ പോയണ്ടാവോ? അവളിങ്ങോട്ട് വന്നോളൂ, നീ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തിരക്കിടർക്ക. അതായത് ഈ കുടിയന്മാര് കുടിച്ചു കഴിഞ്ഞാ ഈ കുപ്പിയൊക്കെ എന്താ ചെയ്യാ? വലിച്ചെറിയും. പക്ഷേ ഞാനങ്ങനെ ചെയ്യില്ലാട്ടാ. ഞാൻ പലതരം മോഡൽ കുപ്പികൾ എന്റെ കയ്യെ വന്നു കഴിഞ്ഞാ അതൊക്കെ കൂട്ടി വെച്ചൊരു സൂത്രം ചെയ്തു. എന്ത് സൂത്രം? നമ്മുടെ റോമിലെ പള്ളിയില്ലേ, റൂമിലെ പള്ളിയാ? റോം, ആ പള്ളിയുടെ മോഡലില് കുപ്പികളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ മനോഹരായിട്ടുള്ള പേടപ്പം പള്ളി ഉണ്ടാക്കി. നന്നായിട്ടുണ്ട് മോനെ. മദ്യക്കുപ്പി കൊണ്ടുണ്ടാക്കിയ പള്ളിയാണോ നീ മെത്രാന് കാഴ്ച വെക്കണ? എന്നിട്ട് അനുഗ്രഹം കിട്ടാനല്ലേ? ഏളയപ്പൻ അറിഞ്ഞിട്ടുണ്ടായത്? അപ്പനൊരു കലാബോധമില്ലാത്ത മനുഷ്യൻ. ഡോക്ടറോ, ഇത് എത്രയും വേഗം എടുത്തിട്ട് നീ ഇവിടുന്ന് സ്കൂട്ടാകാൻ നോക്കിക്കേ. ഏട്ടന്മാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റപ്പോ നോക്കൂ. എന്റെ എത്ര കാലത്തെ പരിശ്രമം മുതലെന്നറിയോ? എനിക്കടാ വിടറ നീ. ഞാനേ സൂസേച്ചി ഒന്ന് കണ്ടിട്ട് പോയാലോ? സൂസൻ ഇവിടെ കണ്ടില്ലാന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കാണാനല്ല, സൂസേച്ചിനെ എനിക്ക് കാണാനാണ്. അതെന്താടാ, നീ ഇതുവരെ സൂസനെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എടാ, ഇതെടുത്തിട്ട് വിടടാ നീ. നീ ഏട്ടന്മാരിലപ്പോ വരാൻ. എനിക്ക് സൂസേച്ചിനെ കണ്ടിട്ട് പോയാലാ? എടാ, ഇറങ്ങടാ. സൂസേച്ചിയെ ഉക്രമം പോവാട്ടാ. ഇറങ്ങടാ. സൂസേച്ചി വന്നാ പറഞ്ഞോളട്ടോ, വന്നു. ചെരിപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ടാവുന്നല്ലോ. ശരിട്ടാ. എന്താ ചെയ്യണവന്? പാവ ഇളയപ്പൻ. അല്ല, ഇളയപ്പനെ പറഞ്ഞാ മതിട്ടാ.
മുതലിന് ഒരു ബോധവും കൊടുത്തിട്ടില്ല. വന്നിട്ടല്ല. വലിയ ഗമയൊന്നും വേണ്ട കേട്ടോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇതപ്പണ്ടായി. അത് ശരി. അല്ല, സാധാരണ പുറത്തൊരു ഭൂകമ്പം ഉണ്ടായാൽ പോലും നിങ്ങളെ അറിയാറില്ലല്ലോ. ഇത് അങ്ങനെയല്ലോ പ്രാഞ്ചിയെ, ഇത് കുറച്ചും കൂടി പവർഫുൾ അല്ലേ? പ്രാഞ്ചിയേട്ടാ ഇതെങ്ങനെ ഒപ്പിച്ചു? പ്രാഞ്ചിയേട്ടനാവും ഇതിന്റെ പിന്നിലെന്ന് പറയായിരുന്നു ഞാൻ. ഏയ്, ഞാൻ മെത്രാനായിട്ട് അത്ര കമ്പനിയൊന്നുമില്ല. ഏട്ടങ്കടിയാ വടിമരുന്നിട്ടെ. നമ്മുടെ കള്ളിക്കാരൻ അച്ഛനെ പാട്ട് എഴുതുന്നതിന്റെയും പാടുന്നതിന്റെ ഒക്കെ ഒരു സൂക്കറുണ്ടല്ലോ. പുതിയൊരു കാസറ്റ് മെത്രാന് കൊടുക്കാൻ നമ്മുടെ കാറിലാണ് അരബിനെ പോയത്. വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മെത്രാൻ കുന്നംകുളത്ത് വരുന്നുണ്ടെന്ന്. എന്നാ ഊണ് വീട്ടിൽ നിന്ന് ആവാലോ എന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. വരുന്നു വിചാരിച്ചിട്ടല്ലാട്ടാ. കള്ളിക്കാട് അച്ഛൻ നേരെ വന്നിട്ട് നമ്മുടെ അച്ഛനോടാ പറഞ്ഞു, ഇന്നത്തെ കാര്യം പറയാല്ല. അച്ഛൻ തന്നെയാ ഞങ്ങളോടും പറഞ്ഞേ. പ്രാഞ്ചിയെ വിളിക്കുകയും ചെയ്തു, വരാന്ന് പറയുകയും ചെയ്തു. എന്തുട്ടപ്പം നമ്മളുണ്ടാക്കുക? നമ്മളിപ്പോ എന്തുട്ടുണ്ടാക്കാനാ? ഒരു നല്ല ഭക്ഷണം വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരണം. അത് നടക്കില്ലട്ടാ. ഹോട്ടൽ ഭക്ഷണം അധികം കഴിക്കില്ല. എന്തേലും ഉണ്ടാക്കുക വേണം. എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കണേ ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങ തിന്നണില്ലേടാ പ്രാഞ്ചി? അത് വിട്ടെ, ഇനി അതിന്റെ മുകളിൽ കയറിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. എന്തുട്ട ഉണ്ടാക്കാന്ന് പറ. നാടൻ ചോറും കൂട്ടാനൊക്കെ അദ്ദേഹം എന്നും കഴിക്കണ്ടാവും. നമുക്കൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കണം. ബിരിയാണി ആയാലോ? ബിരിയാണിയുടെയും കുഴിമന്ത്രിയും കരിഞ്ഞ് ഈ വീട്ടിൽ മിണ്ടി കൊടുത്തിട്ടാ. ഞാനൊരു സംഗതി പറയാ. എന്തുട്ട്? കബ്സ. കബ്സ. കബ്സ, കബ്സ മസാല. സാധനം അത്. എടാ പ്രാഞ്ചി, ഇപ്പൊ മലബാർ സൈഡിൽ കല്യാണങ്ങൾക്ക് അതാടാ വിളമ്പണത്. നല്ല ടേസ്റ്റാടാ. ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ വെക്കണവർക്ക് കൈപ്പുണ്യം ഉണ്ടാവണേ. ഞങ്ങള് ടിവിയിൽ കണ്ട് പാടിച്ചിട്ടുണ്ട് പ്രാഞ്ചിയേട്ടാ. നിങ്ങൾ കബ്സ മസാലയുടെ 1-2 പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നാ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. സമ്മതിക്കടാ. കർത്താവേ, എപ്പം വരുന്നു? ഇനിയിപ്പോ ഈ കബ്സക്ക് എന്തുട്ടാ കൊടുക്കാൻ നമ്മള്? പോടാ പ്രാഞ്ചി. മക്കളെ, നിങ്ങള് പുണ്യം ചെയ്തവരുണ്ടാ. ഇപ്പൊ നാട്ടുകാരുടെ മോക്കൊന്ന് കാണണം. കുശുമ്പ് വന്ന് മൂത്തട്ടെ ഇപ്പൊ പൊട്ടുന്നുള്ള മാതിരിയാ. അല്ലടാ, മറ്റന്നാൾ ഉച്ചക്കല്ലേ മെത്രാൻ വരണേ? ഇവിടെ ഒന്ന് അലങ്കരിക്കണ്ട. നിങ്ങൾ എന്തുട്ടി പറയണേ? അദ്ദേഹം വരണൂന്ന് കരുതി 1 ഉറുപ്പ്യ പോലും അനാവശ്യമായിട്ട് ചെലവാക്കരുതെന്നാ പറഞ്ഞേക്കണേ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. ഈ വീടൊന്ന് പെയിന്റ് അടിക്കണമെന്നുണ്ടായിരുന്നു. അതിനിപ്പോ സമയമില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് പടി വരെ മാല ലൈറ്റ് ഇട്ടാലോ? പടി വരെ നട്ടുച്ചക്ക് എത്തിക്കാനാ? അല്ലെങ്കിൽ വേണ്ട, ഒരു വെൽക്കം ബോർഡാ വെക്കാം. ഇവിടെ കല്യാണം അവിടെ. എളേപ്പാ, ഇന്ന് നമ്മുടെ ഉക്കുറു വന്നിട്ടുണ്ടായിരുന്നിട്ട് എവിടാ? എന്നിട്ട് മെത്രാന് കൊടുക്കാൻ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ അസലൊരു കരകൗശലായിട്ടാ വന്നേ. അവന് ഈ ഇടയായിട്ട് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. ഉണ്ടാക്കിയ സാധനം എന്താണെന്നറിയോ? അവൻ കുടിച്ച് കാലാക്കിയ മദ്യക്കുപ്പികളൊക്കെ ഇല്ലേ, എല്ലാം ഒട്ടിച്ചൊരു പള്ളിയുടെ മാതൃക മെത്രാന് കൊടുക്കാനേ. എന്നിട്ട് ആ സാധനം എവിടെ? അപ്പ തന്നെ എടുത്തോണ്ട് പോവാൻ പറഞ്ഞേ. അത് നന്നായി. അല്ലേപ്പാ, നമുക്ക് അവനെ പിടിച്ച് അങ്ങോട്ട് കെട്ടിച്ചാലോ? അത് അടുത്ത കാലത്ത് നടക്കണ സംഭവമൊന്നുമല്ല. എന്തുട്ടാ അങ്ങനെ? അവനെ ഏതോ ഒരു സീരിയല് പെണ്ണായിട്ടൊരു ലൈൻ ഉണ്ട് ഇത്ര. അതിന് കെട്ടണം അവന് ആഗ്രഹം. ആ പെൺകുട്ടിക്കും സമ്മത. പിന്നെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവളിപ്പോ അഭിനയിക്കുന്ന സീരിയലുണ്ടല്ലോ, ആ സീരിയല് കഴിയാണ്ട് അവളിപ്പോ കല്യാണം കഴിക്കില്ല. അപ്പൊ നമ്മുടെ ചെക്കന്റെ മൂക്കില് പല്ലും വരും. അല്ല, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യം തൊട്ട് ചെയ്യണേ. കബ്സന ഉണ്ടാക്കി കൊടുത്താലോ? ഒരു വെറൈറ്റി ആവട്ടെ, കബ്സന ഉണ്ടാക്കാം അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ സാധനം നന്നായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവരാം. കാശിത്തിരി പൊടിഞ്ഞാലും കുഴപ്പമില്ല. ഒരു പരീക്ഷണത്തിന് വയ്യ. ഞങ്ങൾ ഉണ്ടാക്കും പ്രാഞ്ചേട്ടാ. ബിരിയാണി പോലെ അത്ര വലിയ പണിയൊന്നുമില്ല. സൂസേ, കബ്സയിൽ ഇത്തിരി ഉപ്സ കൂടിയാണല്ലോ. വെബ്സ മാറൂട്ടാ.
പിന്നെ കുപ്സലിടാനേ പറ്റുള്ളൂ നിന്റെ കപ്സ. എടാ പ്രാഞ്ചി, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടടാ. നിങ്ങ സാധനങ്ങൾ മേടിച്ചു തന്നാ മതിന്ന്. എന്തുകൊണ്ട് ഏളപ്പ ഈ കപ്സ എന്ന് പറഞ്ഞ സാധനം തിന്നിന്റെ നീ എന്റെ അത്ര കപ്സ നീ തിന്നണ്ട. നീ മലപ്പുറത്തുനിന്ന് പോയി നോക്ക്. പാണ്ടിക്കാടൊക്കെ എന്റെ സോൾ ഗടികളുണ്ടേ, അവരുണ്ടാക്കണ കപ്സ ഉണ്ടല്ല, നീ തിന്നാൻ വിരല് കടിക്കും. നിന്റെ ഈ ഉണക്ക ബിരിയാണി ഒന്നല്ല, ദൂരെ കൊണ്ട് കളയണത്. ഓരോരോ സാധനം ഉണ്ടാക്കണതേ. ഏട്ടങ്ങടേ നമുക്ക് ഉറപ്പിക്കാട്ടാ. ആ കപ്സ തന്നെ. കപ്സ. അപ്പ പാത്രത്തിലല്ലേ ചോറ് കൊടുക്ക? പാത്രത്തിലാ? എടാ മെത്രാന് ഇലയില് കഴിക്കാനാ ഇഷ്ടം. അപ്പൊ ഈ ഒരാള് കഴിച്ചാലേ വീണ്ടും കഴുകും, അത് കീറിപ്പൂല്ലേ? അതുകൊണ്ടാണ് പൊട്ട അതേല വീണ്ടും ഉപയോഗിക്കാതെ. അത് കേക്കടാ എന്റെ കുട്ടി പറയണത്. ഞാൻ ഒരു പൊട്ടൻ. വാ നടക്ക് നടക്ക് നടക്ക്. ആ കസേര എടുത്തടാ. എബിയേ, ആ കസാര അവിടെ കൊണ്ട് വെച്ചിട്ട് രണ്ടാളും കൂടി ആ ഇല തുറച്ച് വൃത്തിയാക്കിട്ടാ. എന്തായാലും നിങ്ങളുടെ കപ്സ പരിപാടി? അതൊക്കെ ആയി തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞാൽ എത്രാണ്ട് വരൂട്ടാ. പ്രാഞ്ചേട്ടൻ ടെൻഷൻ അടിക്കാതെ പോയി ഉമ്മറത്തെ കാര്യം നോക്കൂ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് സുസേച്ചി ഇവിടെ നിൽക്കണോ? എന്തിനാ ഓടണേ? ചേച്ചി പേടിച്ചു പോയോ? പേടിക്കാണ്ട് നിങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ അടുക്കള കയറി വരരുതെന്ന്? പോയി ഉമ്മറത്ത് പോയിരുന്നേ. മറത്തെ പള്ളിയിൽ അച്ഛനും അപ്പനൊക്കെ ഉണ്ട്. അല്ല പ്രാഞ്ചേട്ടനോ? പ്രാഞ്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അടുക്കളയിൽ ആരുമില്ല അല്ലേ? നീ ഇതെങ്ങോട്ടാ പോണേ? നീ ഉമ്മറത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ല്. അല്ല കപ്സ മസാല എന്തായെന്ന് അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം, നീ ചെല്ല്. ഇല്ലേച്ച ഞാൻ പ്രാഞ്ചേട്ടനെ വിളിക്കണ്ടാ. ചേച്ചിക്ക് അറിയോ, മെത്രാന് കാണിക്കാൻ വെക്കാൻ ഒരു സൂപ്പർ ഗിഫ്റ്റ് ഉണ്ടാക്കിയതാ. പക്ഷെ ആലി ചേച്ചി സമ്മതിച്ചില്ലേ. കള്ളും കുപ്പിയും കണ്ടുണ്ടാക്കിയ ഗിഫ്റ്റ് അല്ലേ? നീ കുടിച്ചിട്ടുണ്ടാ? പിന്നെ എന്തുട്ടാ ഒരു മണം? അത് ഇന്നലെ രാത്രി കുറച്ച് കുടിക്കേണ്ടി വന്നു. കുടിക്കേണ്ടി എന്റെ കരകൗശല വസ്തുവില് ഒരു കുപ്പിയുടെ കുറവ്. എന്നിട്ട് ചെയ്യാ, ഒരു കുപ്പി റമ്മങ്ങട് മേടിച്ചു. പിന്നെ ബാക്കി വെക്കാൻ പറ്റില്ലല്ലോ, മുഴുവൻ അങ്ങനെ കുടിച്ചു. മതി മതി, ചെല്ല് ചെല്ല്. ഞാൻ ഇതുവഴിയല്ല, അപ്പുറം അപ്പുറം ചെല്ല്. ഓ പ്രാഞ്ചേട്ടൻ എപ്പോഴാ വരിക? മെത്രാൻ എപ്പോഴാ വരിക? നിന്നെ പോലെ തനി അലമ്പായിട്ട് നടന്നിരുന്നവനാണ് നമ്മുടെ ദാസപ്പൻ. പെണ്ണ് കെട്ടിയപ്പോ അവ ഏട്ടൻ വല്ലം തിരിഞ്ഞിട്ടില്ല. വാദം പിടിച്ചാ അവൻ ഡീസന്റ് ആയിന്ന്. ഇപ്പൊ അവളുടെ അടുത്തുനിന്ന് അങ്ങോട്ടും നീങ്ങില്ല ഇങ്ങോട്ടും നീങ്ങില്ല. കള്ളുകൂടി ഇല്ല, ബീഡി വലിയില്ല. നിനക്കൊന്നും നോക്കിക്കൂടാ. ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ലോ അഞ്ചേട്ടാ. പിന്നെന്തേ? ശശികല സമ്മതിച്ചാലും ദാസപ്പൻ അവളെ വിട്ടേരില്ലേ? ഞാൻ എടപ്പാളെത്തിന്നല്ലേ കേട്ടെ? പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. റോഡ് നല്ല റോഡാണല്ലോ. പിന്നെ ആരും വന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു സ്വകാര്യ സന്ദർശനമാണ്. നമ്മുടെ ഇടവകക്കാരെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല അഭിപ്രായമാണ്. അത് തിരുത്തരുത്. ഓടിച്ചെന്നോട്ടോ. ആയിട്ടില്ല. നീ ഇത് എവിടെയായിരുന്നു പ്രാഞ്ചി? ഞാൻ മുടിയനായ പുത്രനെ ഓടിപ്പിക്കായിരുന്നു. ഇവനെന്തുട്ട് താങ്കി ഇവിടെ വന്ന് നിൽക്കണാവോ? അതെ ഇളയപ്പാ, അദ്ദേഹം വന്നു പോണവരെ അവനൊന്ന് ശ്രദ്ധിച്ചോളട്ടാ. അവൻ എന്തിനും തയ്യാറായിട്ടാ നിൽക്കണേ. ഞാൻ ചിലപ്പോ രണ്ടെണ്ണം പൊട്ടിക്കൂട്ടാ. ഇവനെ ഏതെങ്കിലും സെമിനാരിയിൽ കൊണ്ട് നിർത്തിയാലോ ഒന്ന് ആലോചിക്കാൻ. സെമിനാരി എന്തുണ്ട കള്ളുഷപ്പാ? കാറ് വന്നു തോന്നണേട്ടാ.
അമ്മേനെയും വല്യമ്മേനെയും ഇവിടെ കാണാനില്ലാന്ന്. അടക്കളയിൽ പോയി നോക്കണം. അവരവിടെ ഇല്ലാന്ന്. മാറ്. പറയണ ചക്കൻ. ഒന്ന് മാറി നേരം നിങ്ങളെ ഇപ്പൊ ആൾക്കാരെ ഒന്ന് മാറപ്പാറഞ്ഞാ മനസ്സിലാവില്ലേ? വഴി കൊടുക്കണം നീ. അവിടെ നിന്ന് മാറി ഒന്ന് മാറി നേരം മാറാണ്ട് മാറാൻ പറഞ്ഞില്ലേ? വണ്ടി ഇങ്ങോട്ട് പറ്റ. വാ ഒന്ന് മാറക്കടാവേ. ആവശ്യം നേരത്തെ പറ്റണേ. സൂസേ എളയപ്പോ ഇവിടെ ആരുമില്ല. ഇല്ലേ? എന്താ പറ്റനെ കൊണ്ട് ചെയ്യാ കർത്താവേ? അല്ല എന്താ പറഞ്ഞിട്ടാ? എന്തുട്ടേ? അല്ല അവരണ്ടിനും കാണാതെ ദിവമെന്ന് പറഞ്ഞു. ആ ഇനിയിപ്പോ നിന്റെ ഒരു അന്വേഷണത്തിന്റെ കുറവും കൂടിയുള്ള ആ അയൽപക്കത്തെങ്ങാനും പോയിട്ടോന്ന് ഒന്ന് ചെന്ന് നോക്കിയാ മോളെ. ചെല്ലേ പോയി കിടക്കാണ്. ഈ സൂസേ സുസേച്ചേ, സൂസേ അമ്മ എവിടെ ഇത്? ആയിഷേച്ചേ, അമ്മ അമ്മച്ചി സൂസേ ആയിഷേച്ചേ, അമ്മച്ചി സൂസോ അമ്മച്ചി അമ്മ അമ്മച്ചി സൂസോ ശരിയാക്കി കൊടുക്കാം. ആയിഷേച്ചേ, അമ്മ സൂസേ അമ്മ സുസേച്ചേ. ഇനിയിപ്പൊ എന്താ ചെയ്യണ? അറിയില്ല ചേച്ചി. കുരുവിയേട്ട കൊല്ലുവെന്നെ. ബെസ്റ്റ്. അയ്യോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? പാഞ്ചേട്ടാ വാ വാ ഇങ്ങോട്ട് വാ. ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടാ ആ എന്താ ചെയ്യണേ? ദേ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. വാ. ഡീ എന്താ ഇവിടെ നിങ്ങൾ കാട്ടണേ? അത് പ്രാഞ്ചേട്ടാ കപ്സ കഞ്ഞിവെള്ളം പോലെ ഉറങ്ങണില്ല. നന്നായി. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ അത് അവരോടൊക്കെ പറഞ്ഞിട്ട് വരാം. ഇതെന്തുട്ടാ പ്രാഞ്ചേട്ടാ? ഞാൻ നിങ്ങളുടെ അനിയനല്ലേ? എന്നിട്ട് അങ്ങനെ ഒരു അനുജം ചെയ്യേണ്ട പണിയാടാ നീ ചെയ്യാൻ പോണേ. പ്രാഞ്ചേട്ടാ നമ്മളിനിയിപ്പോ എന്താ ചെയ്യാ? 100 പ്രാവശ്യം പറഞ്ഞാ ഞാൻ വേണ്ട വേണ്ട. പ്രാഞ്ചിയെ ഇവനിത് എവിടെയാ? പ്രാഞ്ചിയെ ആകെ കുടുങ്ങിയടാ പ്രാഞ്ചിയെ. അറിഞ്ഞൂലേ? ഇനിയിപ്പോ എന്തുട്ട ചെയ്യാ? എനിക്കൊരു പിടിയും കിട്ടണില്ല. പാവം ഇവര് കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ഇല്ലടാ. മെത്ര നേരിട്ട് പറഞ്ഞു. ആ ദിവ്യശക്തിയുള്ള ആളല്ലേ, അറിയാണ്ടിരിക്കോ? എന്തുട്ടാ പറഞ്ഞേ? കപ്സിയും ബിരിയാണി ഒന്നും അദ്ദേഹത്തിന് വേണ്ടാന്ന്, ചോറും മീൻകറിയും മതിന്ന്. ഉണ്ടോ? കർത്താവേ ഞാൻ പ്രാർത്ഥന നീ കേട്ടൂട്ടോ. അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ നിക്കണേ? അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കണു. മെത്രാനെ കാണണ്ടേ? ഒന്നുമില്ല. വാ വാ വാ.